ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. എൻ്റെ മകൻ്റെ മംഗല്യത്തിന് വേണ്ടി ഭഗവാന്റെ സന്നിധിയിൽ വന്ന് 23 സ്വയംവരാർച്ചന നടത്തി. ഇപ്പം മംഗല്യമൊക്കെ ശരിയായി. അടുത്ത മാസം 7-ാം തീയതി മകൻ്റെ വിവാഹമാണ്. സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ മകളുടെ വിവാഹവും ഇതുപോലെ 23 സ്വയംവരാർച്ചന ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് നടത്തി കല്യാണമൊക്കെ നടന്ന് സന്തോഷപൂർവ്വം അവരിപ്പോൾ ജീവിക്കുന്നു. ഭഗവത് സന്നിധിയിൽ വന്ന് ഭക്തിയോടുകൂടി ഇരുന്ന് മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും അതുപോലെ ഭക്തിയോടുകൂടി ഭഗവാന്റെ ഇവിടുത്തെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെയും സന്താനങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് അറിയിച്ചുകൊള്ളുന്നു. ഞാൻ കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ, അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംവര പൂജയ്ക്ക് ഞാൻ വന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു. 23 ആഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോന്റെ കല്യാണം റെഡിയായി. മെയ് 11-ാം തീയതി എൻ്റെ മോന്റെ കല്യാണം. നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാരും വന്നിരുന്നു ദേവനെ മനസ്സുരുകി നിങ്ങൾ പ്രാർത്ഥിക്കുക. 23 പൂജ ചെയ്യണം. 23 പൂജ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും. ഉറപ്പാ. അത് അനുഭവക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് അറിയുന്നവരോടും എല്ലാവരോടും പറഞ്ഞ് ഭഗവാന്റെ ദേവിയുടെ മുമ്പിൽ വന്നിരുന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിന് ഫലം കിട്ടിയിരിക്കും, ഉറപ്പാ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരു വീട് നോക്കിയിരുന്നു. ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മോന്റെ കല്യാണം ശരിയായത്. അതിനുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആചാരപ്രകാരം അതെല്ലാം ചെയ്തതുകൊണ്ട് ഇപ്പോ മോന്റെ കല്യാണം ഫിക്സായി. വരുന്ന ഫെബ്രുവരിയിലാണ് കല്യാണം. എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായി. എൻ്റെ മോന്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്തുകൊണ്ടാണ് കല്യാണം നടക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഫെബ്രുവരി 2-നാണ്. ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്ന് വളരെയധികം സന്തോഷം. എൻ്റെ പേര് അനന്തു. ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം ഉറച്ചത്. ഫെബ്രുവരിയിലാണ് കല്യാണം. വളരെയധികം സന്തോഷം. ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ 23 ആഴ്ച ഇവിടെ വന്ന് ഭക്തിയോടെയും മനസ്സാലെയും ചെയ്ത നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഉദയാർദ്രകിരണം ഉണരും മുഷസ്സിന്റെ തിരിനാളമായിന്നു ഉണരുന്നിതാ. അഴകേഴുമോരോ മലരായി മാറി തിരയുന്നിതാ നിന്റെ ചേവടി. ആദിവ്യാധികൾ തീർന്നൊഴിഞ്ഞിടും ആർദ്രമാകുന്ന വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. സദാ മന്ദസ്മിതങ്ങൾ തൂകുന്ന മാംഗല്യരൂപമേ വന്ദനം.
ശൈവഗൗരീശ വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. തിരുതാലി തിരുസവിധമണിയിച്ചു പൂജിച്ചു വരനേറെ നേടുന്ന വന്ദനം. തിരുമൗലിയിൽ തൂകും കലയായി മാറിയാൽ അതിലേറെ ദിവ്യമാം സൗഹൃദം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. പുലരി വന്നൊരു മാത്ര നെറുകിൽ തലോടി പുതുജീവിതം തരും വന്ദനം. ജപമന്ത്രമറിയാതെ ഉഴലുന്ന യാമത്തിൽ അകപുറം നിറയുന്ന വന്ദനം. ശ്രീവിളങ്ങിടും